ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ചെയിൻ ടൈറ്റ് ചെയ്യണം, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, ചെയിൻ കവർ ചെയിൻ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ എൻ്റെ ചെയിൻ കവർ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക, ടൂൾ ബോക്സിൽ അവിടെ ഒരു സ്ക്രൂ പോയിട്ടുണ്ട്, അതൊന്ന് പിടിപ്പിക്കുക, ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ വന്ന ചെറിയ ബൾബ്, ആ പാർക്കിൻ്റെ ബൾബ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലൈൻ്റ് ആണ്, തെളിയില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ചെയിൻ കവർ ഗ്യാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ പാർക്ക് ബൾബ്, അത് ബൾബ് പോയിക്കണം, നമുക്ക് മാറ്റിയിടണം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കേബിൾ അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്നറില്ല. തന്നെയല്ല, നമുക്ക് അതിൻ്റെ ഇന്നറിൻ്റെ മാത്രം കേബിൾ മാത്രം ഇട്ടതുകൊണ്ട് കാര്യമില്ല, ഇരിക്കുന്ന സെൻസർ യൂണിറ്റിൻ്റെ ഉള്ളിൽ കേബിളിൻ്റെ പീസ് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേബിൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അത് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻസറും കൂടി മാറ്റിയിട്ട് എന്നിട്ട് കേബിൾ സെറ്റ് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. സെൻസറൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത്യാവശ്യം വന്ന സാധനമല്ല. അപ്പോൾ എന്നാലും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തൊക്കെ വരുത്തിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉള്ള രീതിയിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വേറെ നമുക്ക് ജനറലായിട്ടുള്ള സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ മാത്രം എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.